ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ എത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ തിരുവചനാഗ്നി ധ്യാനം ഓൺലൈനിലൂടെ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയതോർത്ത് ഹൃദയം തുറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബോംബെയിൽ ജോലി ചെയ്യുന്ന ആനന്ദ് സുബി ദമ്പതികളാണ്. അവരെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന അലൻ ഷാനൽ ഈ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കാം. പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും ഈ മക്കൾക്ക് നൽകുന്നതോടൊപ്പം വിശുദ്ധിയിൽ വളർന്ന അങ്ങയുടെ നാമമഹത്വത്തിനായി ജീവിക്കുവാൻ, പഠിക്കുവാൻ, ഉന്നത വിജയം കരസ്ഥമാക്കാൻ യേശോപ്പ കരുണ തോന്നണമേ, കരങ്ങളിൽ എടുക്കണമേ. ആനന്ദ് സുബി ദമ്പതികൾ അങ്ങയുടെ മഹത്വത്തിനായി ബോംബെയിൽ ജോലി ചെയ്യുവാനും എല്ലാറ്റിലും ഉപരി വിശുദ്ധിയിൽ വളർന്ന നിത്യത കണ്ടുകൊണ്ട് സ്വർഗം ലക്ഷ്യം വെച്ച് വിശുദ്ധിയുടെ നിറകുടങ്ങളായി ജീവിക്കുവാൻ, സാക്ഷ്യമുള്ള മക്കളായി ജീവിക്കുവാൻ യേശോപ്പ കരുണ തോന്നണമേ. ഹല്ലേലൂയ. ദൈവമേ, എന്ത് പ്രാർത്ഥനാ നിയോഗമാണോ ഈ മക്കൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്, അവിടുന്ന് അത് കണ്ടറിഞ്ഞ് സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ നമുക്ക് അഭയപ്പെടാം. ഇത് ശൂനോയ നോമ്പിൻ്റെ നാളുകളാണല്ലോ. പരിശുദ്ധ അമ്മയുടെ അതിശക്തമായ മാധ്യസ്ഥം പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ, ഒരു ഭവനത്തിൻ്റെ വലിയ വേദനയിൽ നിന്ന്, ആ ഭവനത്തെ വലിയ അപമാനത്തിൽ നിന്ന്, ആ ഭവനത്തെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കരം പിടിച്ചുയർത്തിയതുപോലെ ദൈവമേ, ഇന്നത്തെ വചനക്കേൾവി ഞങ്ങളുടെ ജീവിതത്തിൽ വചനം കേൾക്കുന്ന മക്കളുടെ വേദനകൾ, നൊമ്പരങ്ങൾ, നീറുന്ന അനുഭവങ്ങൾ, പൊള്ളുന്ന അനുഭവങ്ങളിൽ ഹല്ലേലൂയ സ്വർഗത്തിലെ പനിമഞ്ഞ് തളിച്ച് ആ തിരുരക്തം കൊണ്ട് കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് അവയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുവാൻ ഈ മഹാമാരിയുടെ നാളുകളിൽ ദൈവമേ, അതിവേദന അനുഭവിക്കുന്ന, ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളിലേക്കും ഒഴുകാൻ ഇന്നത്തെ തിരുവചനം മുഖാന്തരമായി തീരാൻ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് തിരുവചനം പങ്കുവയ്ക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട, എത്രയും ആദരണീയനായിരിക്കുന്ന ജിജോ വർഗീസ് അച്ഛനാണ്. അച്ഛൻ ദൈവം പ്രത്യേകമായി അച്ഛനെ സുവിശേഷത്തിൻ്റെ അഗ്നി ഉള്ളിൽ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അധ്യാപകനായിരിക്കുന്ന, സഭയ്ക്ക് അനുഗ്രഹമായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ മൂക്കന്നൂർ സെൻറ്റ് ജോർജ് സെഹ്യോൻ യാക്കോബായ പള്ളി വികാരിയാണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ, ഏറെ വിനയത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും യേശുനാമത്തിൽ വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുമ്പോൾ, ഗാനശുശ്രൂഷ നിർവഹിക്കുന്ന മകനെയും യൂട്യൂബിൽ ഈ കാര്യങ്ങൾ നിർവഹിക്കുന്ന മകനെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും വല്ലവനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. അങ്ങയുടെ വചനം വിതറുന്നിടത്ത് അവിടുന്ന് ആഗതനാകുന്നുണ്ട്. കേൾക്കുന്ന മക്കളുടെ ഹൃദയങ്ങളെ തുറന്ന് ഹല്ലേലൂയ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു. വചനം പറയുന്ന ശ്രേഷ്ഠ ആചാര്യനെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അപ്പാ, അവിടുന്ന് വാഴ്ത്തി നുറുക്കി ഹല്ലേലൂയ ഓരോരുത്തർക്കും ആവശ്യമായത് അവിടുന്ന് വിളമ്പണമേ. ലോകം മുഴുവനുള്ള മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുമ്പോൾ ദൈവമേ, അങ്ങയെ അനുഭവിച്ചറിയുവാൻ, അവിശുദ്ധിയിൽ വളരുവാൻ, പാപബന്ധനങ്ങൾ അഴിയുവാൻ, മുറുകെ പറ്റുന്ന പാപങ്ങളോട് യാത്ര പറയുവാൻ, പൈശാചിക ബന്ധനങ്ങൾ അഴിയുവാൻ അപ്പാ ഇന്നത്തെ വചന കേൾവി
മുഖാന്തരമായി തീരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടിപ്പിണറിലെ സൗഖ്യശക്തി ദൈവമേ മാരകരോഗത്തിന് അടിമപ്പെട്ട് കഴിയുന്ന മക്കളിലേക്ക് ഒഴുക്കണമേ. നിരാശയിലും ദുഃഖത്തിലും വേദനയിലും ആവലാതിയിലും ഉത്കണ്ഠയിലും ഭാരത്താലും ജോലിയില്ലാതെയും വിഷമിക്കുന്ന മക്കളോട് കരുണ തോന്നണമേ. ഓൺലൈൻ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധ സഭയോട് കരുണയായിരിക്കണമേ. പരിശുദ്ധ പിതാവിനെയും ശ്രേഷ്ഠ പിതാവിനെയും അഭിനരായ എല്ലാ പിതാക്കന്മാരെയും ബഹുമാനപ്പെട്ട അഭിഷിക്തരെയും സമർപ്പിതരായ സിസ്റ്റേഴ്സിനെയും എല്ലാ സുവിശേഷകരെയും ആത്മീയ പ്രസ്ഥാനങ്ങളെയും ധ്യാന കേന്ദ്രങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ ധ്യാന കേന്ദ്രത്തിനായി നന്ദി പറയുന്നു. ഇവിടുത്തെ അഭിഷിക്തരോട് ബഹുമാനപ്പെട്ട അഭിഷിക്തരോട് കരുണയായിരിക്കണമേ. ഇവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോട് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളോടും കരുണയായിരിക്കണമേ. ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ്, തിരുവചനാഗ്നി ധ്യാനം, വചനസന്ധ്യ, ഗൂഗിൾ മീറ്റ് എല്ലാം അപ്പൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അതിശക്തമായ മധ്യസ്ഥം ഞങ്ങൾ അഭയപ്പെടുകയാണ്. അമ്മേ മാതാവേ, ഈ ആലയത്തിന് വേണ്ടി, ഇന്നത്തെ ഈ തിരുവചനാഗ്നി ധ്യാനത്തിന് വേണ്ടി ഇടതടവില്ലാതെ മാധ്യസ്ഥം വഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. അനേകം മക്കൾ ഇതിൽ പങ്കാളികളാകുവാൻ, ഈ വിധത്തിൽ വചനം ലോകം മുഴുവനും എത്തുവാൻ, വചനത്തിൻ്റെ അഗ്നി ലോകം മുഴുവനും കത്തിപ്പടരുവാൻ പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമേ, നിന്റെ വിശുദ്ധ വേദ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും തക്കണം ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. സങ്കീർത്തനങ്ങൾ 20. ബാരക്കുമോൻ. കഷ്ടകാലത്തിൽ കർത്താവ് നിന്നോട് ഉത്തരമരുളി ചെയ്യട്ടെ. യാക്കോബിൻ്റെ ദൈവത്തിൻ നാമം നിന്നെ സഹായിക്കട്ടെ. തൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് താൻ നിനക്ക് സഹായം അയച്ച് സീഹോനിൽ നിന്ന് എന്നെ സഹായിക്കട്ടെ. കർത്താവ് നിൻ്റെ എല്ലാ വഴിപാടുകളെയും ഓർത്ത് നിൻ്റെ ഹോമബലികളെ പുഷ്ടിയാക്കട്ടെ. കർത്താവ് നിൻ്റെ ആഗ്രഹാനുസരണം നിനക്ക് നൽകട്ടെ. നിൻ്റെ സകല ചിന്താനുസരണം താൻ നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിൻ്റെ ജയനിമിത്ത സ്തുതി പാടി ഞങ്ങളുടെ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ പുകഴും. കർത്താവ് നിൻ്റെ ഇഷ്ടമെല്ലാം സാധിക്കട്ടെ. ദൈവം ഇപ്പോൾ തൻ്റെ അഭിഷിക്തനെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പ്രസിദ്ധമാകുന്നു. താൻ തൻ്റെ വലങ്കൈയുടെ ശക്തിയാലും രക്ഷയാലും തൻ്റെ വിശുദ്ധിയിൽ സംസ്വർഗത്തിൽ നിന്ന് അവനോട് ഉത്തരമരുളി ചെയ്തു. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിച്ചു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ പ്രബലപ്പെടും. അവർ മുട്ടുകുത്തി വീണുപോയി. ഞങ്ങൾ എഴുന്നേറ്റ് ഒരുങ്ങി നിന്നു. കർത്താവ് ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന നാളിൽ ഞങ്ങളുടെ രാജാവ് ഞങ്ങളോട് ഉത്തരമരുളുകയും ചെയ്യട്ടെ. ആമേൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോൻ. ഏത് ശത്രു നമ്മെ പകച്ചെന്നാലും നമ്മെ കാക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ നാം ആരെ ഭയപ്പെടണം? നാം ആരെ പേടിക്കണം? അവനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. എത്ര ദുഃഖം
കാത്തിടുന്നവൻ നിന്നെ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുമവൻ. നിന്നെ കാത്തിടുന്നവൻ നിന്നെ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുമവൻ. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ട് കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ട് കൂടെയുണ്ടല്ലോ. നമ്മെ നിത്യമായ രാജ്യത്ത് അവനെത്തിക്കും. അവിടെ ദുഃഖമില്ല, ഒരു ഭാരവുമില്ല. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ശക്തിയോടെ ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും. അവിടെ ദുഃഖമില്ല, ഭാരവുമില്ല. നിന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും. അവിടെ ദുഃഖമില്ല, ഭാരവുമില്ല. നിന്റെ നിത്യനാണവൻ, നിന്റെ രാജാവാണവൻ, നിന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. നിന്റെ നിത്യനാണവൻ, നിന്റെ രാജാവാണവൻ, നിന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ട് കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ട് കൂടെയുണ്ടല്ലോ. ശക്തിയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. യേശുവേ, നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിച്ച് ശക്തിയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പലവിധ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാൽ നല്ലൊരു തക്കം തന്ന് സ്തോത്രം ചെയ്തിടാൻ. പലവിധ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാൽ നല്ലൊരു തക്കം തന്ന് സ്തോത്രം ചെയ്തിടാൻ. ഗുരുതരമേറ്റം സന്തോഷം, അതിലൊരു പുതിയൊരു സംഗീതം തന്നത് കർത്തൻ താനത് കൽപ്പിച്ചേകിയതാ. ഗുരുതരമേറ്റം സന്തോഷം, അതിലൊരു പുതിയൊരു സംഗീതം തന്നത് കർത്തൻ താനത് കൽപ്പിച്ചേകിയതാ. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ട് കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ട് കൂടെയുണ്ടല്ലോ. ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 5-6 വാക്യങ്ങളാണ് അല്പസമയം ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ജഡസ്വഭാവമുള്ളവൻ ജഡത്തിലുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണമാണ്, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവുമാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ്റെ റോമാലേഖനത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ 3-ാം മിഷണറി യാത്രയുടെ അവസാനമാണ് റോമാലേഖനം എഴുതുന്നത്. ഏകദേശം AD 50കളിലാണ് അത് എഴുതപ്പെട്ടതെന്ന് കരുതുന്നു. കൊരിന്തിയിൽ വെച്ചാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം എഴുതുന്നതെന്ന് പരക്കെ അംഗീകരിക്കുന്നുണ്ട്. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലനെ അഭിസംബോധന ചെയ്യുന്നത് 2 തരത്തിലുള്ള ആളുകളെയാണ്. ഒന്ന്, യഹൂദന്മാരിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവരെയും 2, യവനന്മാരിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവരെയും. പ്രധാനമായും 5 ആശയങ്ങൾക്കാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിലൂടെ ഊന്നൽ നൽകുന്നത്. ഒന്ന്,
ദൈവത്തിൻ്റെ കൃപയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിലൂടെ ഉത്ബോധിപ്പിക്കുന്നു. 2, പരിച്ഛേദന എന്നുള്ളത് ഒരു വിശ്വാസി പുറമേ സൂക്ഷിക്കേണ്ട അടയാളമല്ല എന്നും ക്രിസ്തുവിൻ്റെ അടയാളം ഉള്ളിൽ സൂക്ഷിക്കേണ്ടതാണെന്നും അതുകൊണ്ട് തന്നെ പരിച്ഛേദന എന്ന പുറത്തെ അടയാളത്തേക്കാൾ വിശ്വാസമെന്ന അകത്തെ അടയാളത്തിലാണ് ഒരു ക്രിസ്ത്യാനി പ്രാമുഖ്യം കൊടുക്കേണ്ടതെന്നും പൗലോസ് അപ്പോസ്തലൻ ഉത്ബോധിപ്പിക്കുന്നു. 3, ക്രിസ്തുവിൻ്റെ കാൽവരി മരണം മാനവകുലത്തിൻ്റെ ഉഴൽച്ചകൾക്കുള്ള പരിഹാരമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 4, ദൈവത്തിൻ്റെ കൃപ മനുഷ്യനെ ഓരോ നിമിഷവും പിൻപറ്റുന്നുണ്ട്. പക്ഷേ ആ കൃപ ലഭിക്കുമെന്ന കാരണം കൊണ്ട് ജീവിതത്തിൽ പാപത്തിൽ തന്നെ നിലനിൽക്കുന്നത് ദൈവകോപത്തിന് കാരണമായി തീരുമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 5, ന്യായപ്രമാണമല്ല, അത് പാലിക്കാൻ സന്നദ്ധമാകാത്ത മനസ്സാണ് പാപത്തിന് ഹേതുവായിട്ടുള്ളതെന്ന് പൗലോസ് അപ്പോസ്തലൻ ഉത്ബോധിപ്പിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ജഡസ്വഭാവമുള്ളവൻ ജഡത്തിലുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിലുള്ളത് ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണത്തിലേക്കും ആത്മാവിൻ്റെ ചിന്ത ജീവങ്കലിലേക്കും നയിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനോഹരമായി ആ വാക്യത്തെ നമുക്ക് ധ്യാനിക്കാനായിട്ട് കഴിയും. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ചാണ് നാം നടക്കേണ്ടതെന്ന് അവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ഭാഗം നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേഗത്തിൽ കടന്നു വരുന്ന ഒരു സ്ഥിരപരിചിതമായ വേദഭാഗം മറ്റൊന്നുകൂടെ ഉണ്ട്. അത് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ 5-ാം ലേഖനത്തിലെ വാക്കുകളാണ്. ആത്മാവിനെക്കുറിച്ചും ജഡത്തെക്കുറിച്ചും ഉള്ള ചിന്തകളിൽ പലപ്പോഴും നമ്മുടെ മനസ്സിനെ മതിച്ചിട്ടുള്ള ഒരു വാക്യമാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുകയാണ്: ജഡത്തിൻ്റെ ചിന്ത, നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നു: വ്യഭിചാരം, അശുദ്ധി, ദുഷ്പ്രവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവ മരണത്തിലേക്ക് നയിക്കുന്നു. ജഡത്തിൻ്റെ ചിന്തകൾ, ജഡത്തിൻ്റെ ഫലങ്ങളായ ഇവ മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കുകയാണ്: ആത്മാവിൻ്റെ ഫലം അഥവാ ചിന്ത, സ്നേഹം, ആനന്ദം, സമാധാനം, സന്തോഷം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം തുടങ്ങിയവ ഒരു മനുഷ്യനെ ജീവങ്കലിലേക്ക് നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം ഇതിലേത് വഴിയിലാണ് നിൽക്കുന്നത്? ജഡസ്വഭാവങ്ങളുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ആ വഴിയിലാണ് നാം യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വഴി മരണത്തിലേക്കുള്ള വഴിയാണ്. അല്ല, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ളൊരു ജീവിത സരണിയിലാണ് നാം നിൽക്കുന്നതെങ്കിൽ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ദയയുടെ, ഇന്ദ്രിയ ജയത്തിൻ്റെ ഒക്കെ വഴിയിലാണ് നാം നിൽക്കുന്നതെങ്കിൽ നാം ജീവൻ്റെ വഴിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഇതിൽ ഏതു വഴിയിൽ നിൽക്കുന്നു എന്നൊരു ചോദ്യം ഈ രാത്രി ദൈവാത്മാവ് എന്നോട് നിങ്ങളോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ജീവൻ്റെ വഴിയിലാണോ അതോ മരണത്തിൻ്റെ വഴിയിലാണോ? ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുക: ജീവനും നന്മയും മരണവും ദോഷവും നിന്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയുമുണ്ട്. ജീവൻ്റെ വഴി തിരഞ്ഞെടുത്ത് നന്മയുടെ പന്ഥാവിലൂടെ യാത്ര ചെയ്യാനാണോ നാം ആഗ്രഹിക്കുന്നത്? അതോ ദോഷകരമായൊരു വഴിയിലൂടെ, തിന്മയുടെ ഒരു വഴിയിലൂടെ മരണത്തിലേക്ക് യാത്ര ചെയ്യുവാനാണോ നാം ആഗ്രഹിക്കുന്നത്?
നാം സഹോദരന്മാരെ കുറിച്ച് പാടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചിതമായൊരു പാട്ടാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ജീവവഴി മൃതിവഴി എന്നേവം രണ്ടിരു വഴികൾ സഹദേർ കണ്ടു. ജീവൻ പ്രാപിക്കാനായിട്ട് അവർ ഇടുങ്ങിയ വഴി കാക്ഷിച്ചു എന്ന് നമ്മൾ പാടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ വഴികളിലൂടെ യാത്ര ചെയ്ത് കർത്താവ് ഒരുക്കുന്ന നിത്യതയിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് പലപ്പോഴും നമുക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഹൃദയത്തിൻ്റെ കാഠിന്യമാണ് പലപ്പോഴും തിന്മകളിലേക്ക് ചാഞ്ഞ് പാപവഴികളിലൂടെ നിരന്തരമായി യാത്ര ചെയ്യുവാൻ നമുക്ക് ഇടവരുത്തുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മിലുള്ളൊരു സ്വഭാവമാണിത്. പാപവഴിയിൽ തന്നെ നിലനിൽക്കാൻ കാരണമായി തീരുന്ന ഒന്നാണ് ഹൃദയ കാഠിന്യം എന്നുള്ളത്. ചെങ്കടലിൽ ഫറവോയും അവൻ്റെ സൈന്യങ്ങളും മുങ്ങിച്ചാവുന്നതിൻ്റെ പിന്നിലെ കാരണവും ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ വ്യക്തമായ സൂചനകൾ മോശയിലൂടെ അവൻ്റെ കൊട്ടാരത്തിൽ മുഴങ്ങിക്കേൾക്കുമ്പോഴും ഓരോ പ്രതികൂലതയും അവൻ്റെ കൺമുമ്പിൽ കടന്നു വരുമ്പോഴും ആ പ്രതികൂലതയിൽ അവൻ്റെ മനസ്സ് വല്ലാതെ ആടിയുലയുകയും, എന്നാൽ വേദപുസ്തകത്തിൽ വീണ്ടും നാം വായിക്കുകയാണ് ഫറവോൻ്റെ ഹൃദയം കഠിനമായി എന്ന്. പലപ്പോഴും ഹൃദയം കഠിനമാകുന്നതാണ് പാപത്തിൽ തന്നെ നിലനിൽക്കാനുള്ള ഒരു കാരണം, പാപത്തിൻ്റെ വഴിയിൽ കൂടെ തന്നെ യാത്ര ചെയ്യാനുള്ളൊരു കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് ഒരു പ്രഭാതത്തിലെത്തുന്ന പ്രിയപ്പെട്ട ഒരു യാചകനെക്കുറിച്ച് ചിന്തിക്കുക. അന്ന് പകലിൽ പ്രഭാതത്തിൽ നാം വല്ലാതെ അസ്വസ്ഥരായിരുന്നത് കൊണ്ട്, വല്ലാതെ മനമെടുത്തിരുന്നത് കൊണ്ട് വീടിൻ്റെ മുമ്പിലുള്ള ഈ മനുഷ്യൻ്റെ വിളി നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തി. നമ്മൾ വാതിൽ തുറന്നോ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുകയാണ് ഈ മനുഷ്യൻ. നമുക്ക് വല്ലാത്ത മാനസിക സംഘർഷം ഉണ്ടാകുന്നൊരു നിമിഷത്തിൽ ഈ മനുഷ്യൻ കൈനീട്ടി നിൽക്കുമ്പോൾ നമ്മുടെ മാനസിക സംഘർഷം കൊണ്ടും ആ ദിവസത്തിലെ പ്രതികൂലത കൊണ്ടും ഒക്കെ നമ്മൾ ഈ മനുഷ്യനോട് വളരെ വേഗത്തിൽ കോപിക്കാനായിട്ടും ഇറങ്ങിപ്പോകാനും ഒക്കെയായിട്ട് ശക്തമായ ഭാഷയിൽ പറയാണ്. ഈ മനുഷ്യൻ വളരെ അത്ഭുതത്തോടെ നമ്മെ നോക്കുന്നു. മനം തകർന്ന് ഈ മനുഷ്യൻ വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ടാകുന്നുണ്ടോ? അയ്യോ, വേണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല സംസാരിക്കേണ്ടിയിരുന്നത്, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല പെരുമാറേണ്ടിയിരുന്നത്, ഞാൻ ആ മനുഷ്യനെ ഇങ്ങനെ ആയിരുന്നില്ല സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നെല്ലാമുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെ മതിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മരണത്തിൻ്റെ വഴിയിൽ നിന്ന് ജീവൻ്റെ വഴിയിലേക്ക് മാറാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ജീവൻ്റെ വഴിയിലേക്ക് മാറാനായിട്ട് നമുക്ക് സാധിക്കുക? പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്: ക്രിസ്തുവിരിക്കുന്ന ഉയരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം. ക്രിസ്തുവിരിക്കുന്ന ഉയരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെപ്പോഴും ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും എൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന, ഞാൻ പ്രതികരിക്കേണ്ട, ഞാൻ സംസാരിക്കേണ്ട, ഞാൻ ചിന്തിക്കേണ്ട ഓരോ അവസരത്തിലും എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടാകണം. എന്താണ്? എൻ്റെ ക്രിസ്തു ഇരിക്കുന്ന ഉയരത്തിലുള്ള എൻ്റെ നിത്യതയെക്കുറിച്ചുള്ള ചിന്ത. നിത്യതയ്ക്കുതകുന്ന സംസാരങ്ങൾ, നിത്യതയ്ക്കുതകുന്ന ചിന്തകൾ, നിത്യതയ്ക്കുതകുന്ന പെരുമാറ്റങ്ങൾ ഓരോ നിമിഷവും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മിൽ നിന്നുണ്ടാകുന്നത് എന്താണ്? പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനം: പാപമാണ് നമ്മിൽ ഉണ്ടാകുന്നത്, പാപമാണ് നമ്മിൽ ഉണ്ടാകുന്നതെങ്കിൽ അത് നമ്മെ മരണത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ഓരോ നിമിഷവും ക്രിസ്തുവിനുതകുന്ന പെരുമാറ്റങ്ങളാണ് എന്നിൽ ഉണ്ടാകുന്നതെങ്കിൽ, ക്രിസ്തുവാണ് എന്നിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ ജീവങ്കലേക്ക് കടന്നു പോകും. എൻ്റെ ജീവിത വഴി ഏതാണ്? ക്രിസ്തുവിനെ യോജിച്ച, ക്രിസ്തുവിനെ പ്രീതിപ്പെടുത്തുന്ന ഒരു ജീവിത വഴിയിലാണോ ഞാൻ നിൽക്കുന്നത്? അതോ ജഡത്തിൻ്റെ പാപകരമായ ഒരു വഴിയിലൂടെയാണോ ഞാൻ യാത്ര ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ
ഈ പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് നിങ്ങളോടും വിളിച്ചു പറയുകയാണ്, മാനസാന്തരപ്പെടുക. ക്രിസ്തുവിന് മുമ്പ് ഒരുക്കാനായി വന്ന യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ അതേ വാക്ക്, മാനസാന്തരപ്പെടുക. ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന അതേ വാചകം, മാനസാന്തരപ്പെടുക. നിന്റെ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നീ പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ എന്ന് പറയുന്നത് ഒരിക്കലും മരണത്തിനപ്പുറത്തൊരു മനുഷ്യന് കരഗതമാകുന്നതല്ല, മറിച്ച് ഈ ഭൂമിയിൽ വെച്ചൊരു മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് കാനോൻ നമസ്കാരം വ്യാഴാഴ്ച നാം ഇങ്ങനെ ചൊല്ലുന്നുണ്ട് അതിൻ്റെ കോലകളിൽ, വിശുദ്ധന്മാർ ഭൂമിയിൽ നട്ട വൃക്ഷങ്ങളാണ്, അവർ ഏദൻ തോട്ടത്തിൽ നട്ട വൃക്ഷങ്ങളാണ്, അവരുടെ വേരുകൾ ഭൂമിയിലാണ്, എന്നാൽ അവരുടെ ശിരസ് സ്വർഗത്തിലാണ് എന്ന്. ഭൂമിയിൽ വേരൂന്നി നിൽക്കുമ്പോഴും അവരുടെ ശിരസ് സ്വർഗത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നിത്യതയിലേക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് പോലെ, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനുതകും വണ്ണം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്നിൽ ജീവിക്കാനായിട്ട് ഇടവരുന്നത് എപ്പോഴാണ്? എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിത്യതയുടെ വിത്ത് വീഴുമ്പോഴാണ്. നിത്യതയുടെ വിത്ത് എന്താണ് പ്രിയപ്പെട്ടവരെ? തീർച്ചയായും അത് ദൈവവചനമാണ്. ദൈവവചനം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വീണ് മുളയ്ക്കുമ്പോഴാണ് ഞാനും നിങ്ങളും നിത്യതയിലേക്ക് വളരുന്നത്. വചനം ഒരു വിത്ത് കണക്ക് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വളരാനായിട്ട് തുടങ്ങുമ്പോൾ, വചനത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, വചനബന്ധിയായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ഞാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, ആ വചനത്തിൻ്റെ വളർച്ച, ആ വചനത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ടുള്ള ജീവിതം എന്നെയും നിങ്ങളെയും നിത്യതയിലേക്ക് എത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ നിത്യതയ്ക്കുതകും വണ്ണം ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. രണ്ടാമതായി ഈ ചിന്ത എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവുമാണ്. ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവുമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, മശിഹ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. വല്ലാതെ അസ്വസ്ഥത പെരുകുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിതം വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നൊരു കാലം. മനം തകർന്നും ഹൃദയവ്യതയോടും കൂടെയും ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരെ കണ്ടുമുട്ടുന്നൊരു കാലം. പ്രിയപ്പെട്ടവരെ, എന്നാൽ സമാധാനത്തിൻ്റെ പ്രഭുവായ ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ സമാധാനം അനുഭവിപ്പാൻ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? വേദപുസ്തകത്തിൻ്റെ താളുകൾ മറിയുമ്പോൾ പലപ്പോഴും ഈ വാക്കിന് വിപരീതമായ ചിന്തകളാണ് നമ്മൾ കണ്ടുമുട്ടുക. ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിന്റെ ചരിത്രം മുതൽ പിന്നിലേക്ക് പരിശോധിച്ചാൽ, ഇന്നുകളിലേക്ക് പരിശോധിച്ചാൽ, ഈ നിമിഷം വരെ പരിശോധിച്ചാൽ, ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ചേർത്ത് ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചവരുടെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുള്ള വെല്ലുവിളികളെ നമുക്ക് കാണാനായിട്ട് കഴിയും. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 34-ാമത്തെ തിരുവചനം, ഭൂമിയിൽ ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ക്രിസ്തു പറയാണ്. ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ തുടങ്ങുമ്പോൾ മുറിപ്പെടുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന, തിരസ്കരിക്കപ്പെടുന്ന, വേദനകളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന അനുഭവങ്ങളുണ്ടാകും, സംശയമില്ല. എന്നാൽ അപ്പോഴും ഒരു സമാധാനം അനുഭവിക്കാനായിട്ട് കഴിയും. എങ്ങനെ? അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ തിരുവചനം, പൗലോസും ശീലാസും രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പാടി കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടിയിരുന്നു. പൗലോസിന്റെയും ശീലാസിന്റെയും കാലുകൾ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുമ്പോഴും രാത്രിയിൽ അവർ എഴുന്നേറ്റിരുന്ന് കർത്താവിനെ പാടി സ്തുതിക്കുകയാണ്. പ്രതികൂലതകളുടെ മധ്യത്തിലും സമാധാനം കണ്ടെത്താൻ ഒരു മനുഷ്യന് സാധിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ സമാധാനം അതാണ്. നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നീ സമാധാനമായിരിക്കാൻ ശ്രമിക്കുക. നിന്റെ കുടുംബജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുടെ മധ്യത്തിൽ നിനക്ക് സമാധാനമായിരിക്കാനായിട്ട് സാധിക്കും. ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ക്രിസ്തു നിന്നിലുണ്ടെങ്കിൽ.
പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനം, സമാധാനം ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു തന്നെയാണ് സമാധാനം. നമ്മുടെ ജീവിതത്തിൽ ആ സമാധാനം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ ആരാധനയും അനുഭവിക്കുമ്പോൾ പുരോഹിതൻ ചൊല്ലുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് തുടങ്ങുന്ന മനോഹരമായ സങ്കീർത്തനം. പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും സ്വച്ഛമായ ജലാശയത്തിലേക്കും അവൻ എന്നെ കൊണ്ടുപോകുമെന്നുള്ള തിരുവചന ഭാഗം. എന്നാൽ ആ സങ്കീർത്തനം പലപ്പോഴും വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട്, ഈ സങ്കീർത്തനം 1-ാമത്തെ വാക്യം മുതലല്ല, അതിൻ്റെ ഒടുവിൽ നിന്ന് അതിൻ്റെ ആരംഭത്തിലേക്ക് വായിക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ 4-ാമത്തെ വാക്യം നോക്കുക. കുരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നുവല്ലോ എന്ന് ദാവീദ് പറയാണ്. ദാവീദിന്റെ ജീവിത അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും സ്വച്ഛമായ ജലാശയത്തിന്റെ അടുക്കലേക്കും ദാവീദ് കടന്നുപോയത് കൂരിരുളിന്റെ താഴ്വരയിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീട്ടിൽ പ്രവാചകൻ കടന്നു വരുമ്പോൾ ആട്ടിൻകൂട്ടത്തിലേക്ക് തഴയപ്പെട്ടവൻ, രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ടും കിന്നരവാദ്യക്കാരനായി കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വന്നവൻ, പ്രാണൻ രക്ഷിക്കാനായി പലപ്പോഴും ഒളിച്ചോടേണ്ടി വന്നവൻ, സ്വന്തം മകനായ അബ്ശാലോമിനാൽ പീഡിപ്പിക്കപ്പെട്ട് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട് ഓടിപ്പോകേണ്ടി വന്നവൻ, ഭ്രാന്തനായി അഭിനയിക്കേണ്ടി വന്നവൻ. നോക്കുക, അവൻ്റെ ജീവിതം എത്രമാത്രം ഇരുട്ടിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ആ ഇരുട്ടിലൂടെ അവൻ സഞ്ചരിച്ചത് ഒറ്റയ്ക്കല്ല, മറിച്ച് അവൻ്റെ കൂടെ തമ്പുരാനുണ്ടായിരുന്നു. ഇരുട്ട് ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയാണ്, അനുഭവിക്കാൻ മാത്രം കഴിയുന്നൊരവസ്ഥയാണ്. ദൈവം അവൻ്റെ കൂടെയുണ്ടെന്ന് അവൻ അനുഭവിച്ച് യാത്ര ചെയ്യുമ്പോൾ അവനറിയാം, ഈ ഇരുട്ടിനപ്പുറത്ത് കാണാൻ കഴിയാത്ത ഒരു പ്രശാന്ത സുന്ദരമായ അനുഭവം അവന് കാത്തിരിപ്പ് ഉണ്ടെന്നുള്ള ഉറപ്പ് അവനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചില പ്രതിസന്ധികളിലാണ് നാം അകപ്പെട്ട് നിൽക്കുന്നത്. കുടുംബജീവിതത്തിന്റെ അസ്വസ്ഥതകളാകാം, രോഗങ്ങളാകാം, കടഭാരങ്ങളാകാം, ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത ഹൃദയത്തിൽ ഒറ്റപ്പെടുന്ന നീറ്റുന്ന അനുഭവങ്ങളാകാം, എന്തുമാകട്ടെ, അതെല്ലാം നിന്റെ ജീവിതത്തിന്റെ ഇരുട്ടായ അനുഭവങ്ങളാകാം. നീ ദൈവത്തെ ഈ ഇരുട്ടിൽ അനുഭവിക്കുന്നുണ്ടോ? അവൻ്റെ മാറിൽ ചാരിക്കൊണ്ട് യാത്ര ചെയ്യാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടോ? അവൻ സമാധാനമാണ്. ആ സമാധാനം പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും സ്വച്ഛമായ ജലാശയത്തിൻ്റെ അരികിലേക്കും നിന്നെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പ്രത്യാശ വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. തോരാത്ത ഒരു മഴയത്ത് മരക്കൊമ്പിലിരിക്കുന്ന കിളികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശാന്തമായി ആ മരക്കൊമ്പിൽ ആ കിളികളെല്ലാം ഇരിക്കും. മഴ തോർന്നു കഴിയുമ്പോൾ ആ മരക്കൊമ്പിൽ നിന്ന് പതിയെ ഈ കിളികൾക്ക് പറക്കേണ്ടതായി വരും. എന്നാൽ പറക്കുന്നതിന് മുമ്പ് ആ കിളികൾ ഒരു കാര്യം ചെയ്യും. അവരുടെ തൂവലുകളിൽ മഴയേൽപ്പിച്ച ജലകണങ്ങളെ ഒന്ന് കുടഞ്ഞു കളയും. മാത്രമല്ല, അവരുടെ ചുണ്ടുകൊണ്ട് അവരുടെ തൂവലുകളുടെ ഇടയിൽ എവിടെയെങ്കിലും ജലകണം പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊത്തി ഊർത്തിക്കളയും. കാരണം പറക്കുമ്പോൾ തൂവലുകൾക്ക് ഭാരമൊട്ടുമുണ്ടാകരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യതയിലേക്ക് പറക്കാൻ നിന്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന പാപഭാരമേതാണ്? അതിനെ ഒന്ന് കൊത്തി ഊർത്തിക്കളയാൻ, അതിനെ ഒന്ന് കുടഞ്ഞു കളയാൻ നിന്റെ ജീവിതത്തിൽ ഇടയാകട്ടെ. ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിത്യതയിലേക്ക് വളരാൻ നിനക്ക് സാധിക്കട്ടെ. ഇരുട്ടിൻ്റെ അനുഭവത്തിലാകാം നീ, പക്ഷേ ദൈവത്തെ ആ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ അനുഭവിപ്പാൻ, അവനൊരുക്കുന്ന പ്രശാന്തതയിലേക്ക് അവനെ അനുഭവിച്ചുകൊണ്ട് ഓരോ നിമിഷവും യാത്ര ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് നോമ്പിലൂടെ നാം ഒരുങ്ങുകയാണ്. അമ്മയുടെ ഉള്ളിൽ ദൈവവചനം ഒരു വിത്തായി വീണു. ആ വിത്തിനെ അവളുടെ ഉള്ളിൽ അവൾ വളർത്തിയെടുത്തു. ആ വിത്തിന് ജഡം നൽകി അവൾ ലോകത്തിന് സമ്മാനിച്ചു. അവൾ നിത്യതയിലേക്ക് കടന്നുപോയതിൻ്റെ ഓർമ്മ ആചരിക്കാൻ ഞാൻ നിങ്ങളും ഈ നോമ്പനുഷ്ഠാനങ്ങളിലൂടെ ഒരുങ്ങുമ്പോൾ
അവൾ സ്വീകരിച്ച വചനത്തെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ, ആ വചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇടങ്ങളിൽ അനുവർത്തിക്കാൻ, അങ്ങനെ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ സമ്മാനിക്കാൻ, ക്രിസ്തുവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും വിശ്വസ്തതയും ഇന്ദ്രിയ ജയവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ, അങ്ങനെ ഈ ഭൂമിയിൽ വേരൂന്നി നിത്യതയിലേക്ക് വളരാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. പിടികളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ നിമിഷത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ സ്നേഹത്തിൽ ഒരുമിച്ച് ചേരുവാൻ, നിന്റെ ആശ്വാസവചനങ്ങൾ കേൾക്കുവാൻ കൃപ തന്നതോർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ജഡത്തിൻ്റെ ചിന്ത മരണത്തിലേക്കും ആത്മാവിൻ്റെ ചിന്ത ജീവങ്കലേക്കും നയിക്കുന്നുവെന്ന് ഈ രാത്രി ഞാൻ കേട്ടു. ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവുമാണെന്ന് ഞാൻ കേട്ടു. കർത്താവേ, ഈ ഭൂമിയിൽ നിന്ന് നിന്റെ വചനത്തിൽ വളർന്ന് നിത്യതയിലേക്ക് ഉയരുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നിന്റെ നിത്യതയെ കണ്ടുകൊണ്ട് ചിന്തിക്കുവാൻ, നിന്റെ നിത്യതയെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ, നിന്റെ നിത്യതയെ കണ്ടുകൊണ്ട് സംസാരിക്കുവാൻ എനിക്കിടവരണമേ. ഞാൻ പാപത്തിൻ്റെ വഴിയിൽ ഹൃദയ കാഠിന്യമുള്ളവനായി തീരാനല്ല, മറിച്ച് ഇപ്പോൾ നിൽക്കുന്ന പാപ വഴിയിൽ നിന്ന് മനം തിരിഞ്ഞ് ജീവൻ്റെ വഴിയിലേക്ക് കടന്നു വരുവാൻ എനിക്ക് കൃപ തരണമേ. കർത്താവേ, ആത്മാവിൻ്റെ ചിന്ത സമാധാനമാണെന്ന് ഞാൻ കണ്ടു. അസ്വസ്ഥത നിറഞ്ഞൊരു പരിസരങ്ങളിൽ നിന്നുകൊണ്ട് ഈ രാത്രി ഇരുട്ടിൻ്റെ മധ്യത്തിൽ നീ നൽകുന്ന സമാധാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിൻ്റെ മാറിലേക്ക് ചാരുവാൻ, ഈ ഇരുട്ടിനും അപ്പുറത്ത് നീ ഒരുക്കുന്ന സ്വച്ഛതയുടെ അരികിലേക്ക് സഞ്ചരിക്കാൻ, പ്രത്യാശയോടെ യാത്ര ചെയ്യുവാൻ എനിക്കിടവരണമേ. കർത്താവേ, നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ, നിനക്ക് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ ദിവ്യമായ സമയത്ത് നമ്മൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ലോകൈകനാഥൻ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ വേദനകളെയും ഭാരങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, അമ്പപിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്ന ആത്മാവിൽ നമ്മെ അഭിഷിക്തരായി അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത നമ്മുടെ കർത്താവായ ദൈവം, അവൻ സർവ്വവ്യാപിയാണ്, സർവജ്ഞനാണ്, സർവശക്തനാണ്. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ കാര്യങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. പക്ഷെ അവൻ്റെ നിത്യമായ സ്നേഹത്തിൻ്റെ പരിപൂർത്തിക്ക് വേണ്ടി, അവൻ്റെ സ്നേഹവാത്സല്യങ്ങൾ നമ്മിലേക്കും വർഷിക്കുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ അവൻ്റെ സന്നിധിയിലിരുന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ അറിയിക്കുവാനാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം തന്നവൻ, കാൽവറി ക്രൂശിൽ യാഗമായി യാഗവസ്തു അർപ്പിക്കപ്പെട്ട ലോകരക്ഷകനും മഹാവൈദ്യനുമായ കർത്താവ്, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവനൊന്ന് കടാക്ഷിച്ചാൽ മതി, അവനൊന്ന് മനസ്സിൽ ഓർത്താൽ മതി, എല്ലാം ശുഭകരമായും സമാധാനമായും ശാന്തമായും തീരും.
ആ കർത്താവിൻ്റെ തൃപ്പാദങ്ങളെ, ആണിപ്പാടുള്ള തൃപ്പാദങ്ങളെ നമുക്ക് മുറുകെ പിടിച്ച് ഉമ്മ വച്ച് അവൻ്റെ വിലാപുറത്തെ തഴുകി ആണിപ്പാടിൻ്റെ കരങ്ങളിലേക്ക് പ്രത്യാശയോടെ നോക്കി ആ ശോഭയേറി മുഖത്തേക്ക് കണ്ണുമുക്കാതെ വിശ്വാസത്തോടും ആശ്രയത്തോടും കൂടെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ദാസൻ തൻ്റെ കണ്ണ് യജമാനൻ്റെ മേലും ദാസി തൻ്റെ കണ്ണ് യജമാനത്തിയുടെ മേലും എന്ന പോലെ ആ വലിയവനായി സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഭയഭക്തിയോടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, സഭാമക്കൾക്ക് വേണ്ടി, സഭയെ നയിക്കുന്ന പിതാക്കന്മാർക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. വിശേഷാൽ നമ്മുടെ ഇടവകൾ വളരെയധികം പീഡിപ്പിക്കപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ പ്രാർത്ഥനയല്ലാതെ മറ്റൊരു ആയുധവുമില്ല നമുക്ക്. അതുകൊണ്ട് ഓരോ ഇടവകളെയും സഭയെയും തിരുസന്നതിയിൽ സമർപ്പിക്കാം. ശ്രേഷ്ഠഭാവിക്ക് വേണ്ടി, അഭിമന്യ പിതാക്കന്മാർക്ക് വേണ്ടി, വൈദിക സംഘത്തിന് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി, സുവിശേഷകർക്ക് വേണ്ടി, സഭയിലെ വിവിധങ്ങളായ അനുഗ്രഹീതമായ ശുശ്രൂഷ നിറവേറ്റുന്ന ഭക്ത സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം നടത്തിയ ദൈവമേ, കർത്താവേ, തിരുസഭയിലെ മക്കളോട്, ഞങ്ങൾ പിതാക്കന്മാരോട്, നിൻ്റെ അഭിഷിക്തരോട് ദീർഘക്ഷമയും കരുണയും കാണിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തെറ്റുകളോ കുറവുകളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ മഹാകരുണയാൽ ക്ഷമിച്ച് കരുണയായി ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേന്ദ്ര മന്ത്രിസഭയെ, അതിൻ്റെ ഭാരവാഹികൾ, പ്രധാനമന്ത്രി, പ്രസിഡൻറ്റ്, അതുപോലെ എല്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന മന്ത്രിമാരെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ അറിയുന്നില്ലെങ്കിലും നീ അവരെ അറിയുന്നുണ്ടല്ലോ തമ്പുരാനെ. നേരായ വഴിക്ക്, മതേതരത്വത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വഴിയിൽ ഈ രാജ്യം ഐക്യപ്പെട്ടു പോകാൻ നീ ഭരണകേന്ദ്രങ്ങൾ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടി, ഭരണകർത്താക്കൾക്ക് വേണ്ടി, ശേഷം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഓരോ മന്ത്രിമാരെയും ഓർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവമേ, ഭരണകർത്താക്കളിൽ നിൻ്റെ കൃപയും കരുണയും വ്യാപരിച്ച് ന്യായയുക്തവുമായി ഇത് ഭരിക്കപ്പെടുവാനിടയാകണമേ. തീവ്രവാദി പ്രവർത്തനങ്ങളാൽ ലോകരാഷ്ട്രങ്ങൾ, ഞങ്ങളുടെ ദേശമൊക്കെയും ഭയത്തിലാണ്. മതതീവ്രവാദത്തിൽ നിന്ന് അതിലേർപ്പെട്ടിരിക്കുന്നവർക്ക് മാനസാന്തരവും ദൈവിക ബോധ്യങ്ങളും കൊടുക്കുവാൻ അവരാരെല്ലാമാണോ അവർക്ക് നിൻ്റെ കൃപയുണ്ടാകുവാൻ മാനസാന്തരവും ദൈവിക ഭയത്തിലും ജീവിക്കാൻ അവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവേ, ചിലർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ നടത്തുന്നതായ വചന ശുശ്രൂഷകൾ നീ അറിയുന്നുണ്ട്. വചനാഗ്നി, വചനസന്ധ്യ, മധ്യസ്ഥ പ്രാർത്ഥന, ഇതിലെല്ലാം നിൻ്റെ അഭിഷിക്തരോട് ചേർന്ന്, സിസ്റ്റേഴ്സിനോട് ചേർന്ന് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവമേ, നിൻ്റെ കൃപ നിൻ്റെ നടത്തിപ്പ് തരണമെന്ന് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. താവായി ദൈവമേ, ഇപ്പോൾ തിരുസന്നിധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ വ്യക്തികളെ, ഇവരുടെ ആവശ്യങ്ങളെ നീ മാനിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സിയ എന്ന് പറയുന്ന ഒരു മകള്, അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓവറിയിൽ മുഴയായി രോഗസംബന്ധമായി വളരെ പ്രയാസത്തിലാകുന്നു. സൗഖ്യദായകനെ നീ കരുണ ചെയ്യണം. പള്ളിക്കര സ്വദേശിയായ സാജു കോവിഡ് രോഗം വന്ന് പ്രയാസത്തിലാണ്. വളരെ പ്രയാസകരമായ ഒരു സന്ദർഭത്തിലാണ് വൈദ്യനായ കർത്താവിന് മുമ്പിൽ ആ മകനെ സമർപ്പിക്കുന്നത്. കർത്താവേ, സറ എന്ന് പറയുന്ന
ആ മകള് കണ്ണിൽ അത് 6 മാസമായ കുഞ്ഞാണ്, കൊച്ചു കുഞ്ഞാണ്. യേശു തമ്പുരാനെ, ശിശുക്കളെ സ്നേഹിച്ച നീ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. കരുണ കാണിക്കണം, ഈ സമയത്ത് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രിയ സഹോദരൻ മത്തായി ഷുഗർ വന്ന് കാലിന് രോഗം ബാധിച്ച് വളരെ സീരിയസ് ആയിട്ടുണ്ടല്ലോ. നല്ല വൈദ്യനെ നീ മനസ്സലിയണമേ. കർത്താവേ, സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ഏതാനും ദമ്പതികൾ ഞങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയങ്ങളോ അവരെ സ്തോത്രത്തോടെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. ബിൻസി, ബേസിൽ, അതുപോലെ കർത്താവേ ഫിനൂസ്, അഗി, ജെറിൻ, ജസ്ന, ഈ മക്കളെല്ലാം വിവാഹിതരായ കുടുംബജീവൻ ചെയ്യുന്നു. ഒരു കുഞ്ഞിക്കാല് കാണാൻ ഒരു അത്യധികം ആഗ്രഹത്തോടെ നിൻ്റെ മുമ്പിൽ അവരെ സമർപ്പിക്കുന്നു. താവേ, അവിടെ ഏത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ അതിന് തടസ്സം, നീ തൊട്ട് ശുദ്ധീകരിച്ച് അവർക്ക് അനുഗ്രഹീത മക്കളെ നൽകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു സഹോദരൻ അവൻ്റെ മലദ്വാരത്തിൽ ഒരു കഠിനമായ രോഗം വന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അവൻ്റെ പേര് പറയേണ്ടെന്നും അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, അതുപോലെ തന്നെ ലിൻഡോ വാക്കറിൽ നടക്കുന്നുണ്ട്. അവൻ പ്ലാസ്റ്റിക് സർജറിക്ക് ദയനായിരിക്കുന്നു. അവൻ്റെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതുപോലെ സാലി, പൗലോസ്, സാറ, സാലി, ദൈവമേ, തങ്കച്ചൻ എന്ന ഒരു സഹോദരൻ ഇവരൊക്കെയും രോഗത്തിൽപ്പെട്ട് പ്രയാസപ്പെടുന്നു. തങ്കച്ചന് ക്യാൻസർ രോഗമാണെന്ന് അറിയുന്നു. ദൈവമേ, നിന്നിൽ ആശ്രയിക്കാതെ ഞങ്ങൾക്ക് മറ്റ് ഗതിയില്ല. ഈ മക്കളെ അടിയങ്ങൾ അറിയുന്നില്ല, നീ അവരുടെ സകല കാര്യങ്ങൾ അറിയുന്നവനാണ്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലിസി മോള് കീമോ തെറാപ്പിക്ക് വിധേയപ്പെട്ടിരിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി ലിസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ ദൈവമേ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന ആ മക്കളുണ്ട്. ആ മക്കളെ പേര് തരാതെ അവരെല്ലാം പലയിടങ്ങളിലിരുന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ പൊതുവായിട്ട് സമർപ്പിക്കുന്നു. ദൈവമേ, ഒരു മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവന് 75 വയസ്സോളം പ്രായമുണ്ട്. അവൻ്റെ തലയിലെ മുഴ വന്നിട്ടുണ്ട്. അവൻ്റെ ഭാര്യ വലിയ ടെൻഷനിലും പ്രയാസത്തിലുമാണ്. ആ ദാസനെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ കർത്താവെ, ജിബിൻ ഇബ്രാഹാം, അവൻ ഇറ്റലിയിൽ പഠിക്കുന്നു, വിദ്യാർത്ഥിയാണ്. 20 വയസ്സ് പ്രായമേ ഉള്ളൂ. കർത്താവെ, അവൻ്റെ പഠനം പൂർത്തിയാക്കി വിജയകരമായി സന്തോഷമായി തിരിച്ചു വരാൻ തക്കവണ്ണം അവൻ്റെ രോഗത്തിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതൽ കൊടുത്തി സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കാലാവസ്ഥയിൽ നിന്നുള്ളതുപോലെ അറിയുന്നുണ്ട്. കോവിഡ് മഹാമാരിയുടെ വ്യാപനത്തിൽ അനേക ജോലിയില്ലാതെയായി, അനേകർ രോഗികളായി, പരിക്ഷീണരായി. ആ മക്കളെല്ലാം ആ സ്ഥാനത്ത് അവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നീ കരുണയാകണമേ, കൃപ ചെയ്യണമേ. കാർഷിക മേഖലയിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ടവർക്ക് നാശവും നഷ്ടവും എന്ന് പ്രയാസപ്പെടുന്നു. താവേ, മക്കൾ വിദേശത്തായിരുന്ന് ജോലി നഷ്ടപ്പെട്ട് ഇവിടെ ഇരുന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ഈ പേരുകൾ, വിഷയങ്ങളെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ ഞങ്ങൾ സ്തോത്രത്തോടെ സമർപ്പിക്കുകയാണ്. താവായ ദൈവമേ, കരുണയാകണമേ. ഈ ധ്യാന കേന്ദ്രം, സ്ഥലവും കെട്ടിടവും ഈ പർവ്വതത്തിന് വേണ്ടി വാങ്ങിപ്പോയ പ്രിയപ്പെട്ട ശബരിയാർ പൗലോസ് മാത്യുവിനെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അകർത്തദാസൻ്റെ പ്രിയ പത്നി, മക്കളൊക്കെയും ഇപ്പോൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താവേ, ധ്യാനകേന്ദ്രത്തിൻ്റെ വചനശുശ്രൂഷയിലെ ധ്യാനത്തിൽ പങ്കാളികളായിരിക്കുന്ന വൈദികരെയും സഹോദരിമാരെയും ശേഷാൽ ഞങ്ങൾ സിസ്റ്റേഴ്സിനെ, ഞങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിക്കുന്നു. രക്ഷാകരമായ സ്ലീബാട് ഉയർന്നിരിക്കണമേ. ആ കുരിശിൻ്റെ വചനം കേൾപ്പിക്കുവാനും കേൾക്കുവാനും ധ്യാനിക്കുവാനും ധ്യാനിപ്പിക്കുവാനുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളാൽ എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേഹാത്മാക്കളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു.
കരുണാമയനായ കർത്താവേ, പ്രശ്നപരിഹാരകനായ കർത്താവേ, രോഗശാന്തി നല്ല വൈദ്യനായ കർത്താവേ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വൈദ്യനായ കർത്താവേ, ഇവരെല്ലാം നിൻ്റെ മുമ്പിൽ ഈ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ശുദ്ധിമതി അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പത്രോസ്, പൗലോസ് സ്ലീഹന്മാരെ, മർത്തോമാ സ്ലീഹ, വിശുദ്ധന്മാരെ, ശുദ്ധിമതി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും തൻ്റെ ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും കർത്താവേ, അവിടുത്തെ പ്രാർത്ഥന, അവിടുത്തെ കൃപമാന്തരമായി ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളിന്മേൽ, ഈ ദേശത്തിന്മേൽ, ഈ സ്ഥാപനത്തിന്മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ.